Namaskaram. Good morning. Visual communication is the communication through a visual aid. നമ്മൾ ബേസിക്കലി പഠിച്ചതാണ് വിഷ്വൽ കമ്മ്യൂണിക്കേഷൻ ത്രൂ ദി വിഷ്വൽ എയ്ഡ് ഈസ് ഡിസ്ക്രൈബ്ഡ് ആസ് ദി conveyance of idea and information in the form that can be read to or looked upon. Visual communication is the communication through a visual aid and is described as conveying of ideas. നമ്മളൊരു ചിത്രം കണ്ട് ആ ചിത്രത്തിലൂടെ കാര്യങ്ങൾ കമ്മ്യൂണിക്കേറ്റ് ചെയ്യും. അതാണ് കൺവേയിങ്, അയച്ചു കൊടുക്കുക ഓഫ് എ ഐഡിയ ആൻഡ് ഇൻഫോർമേഷൻ ഇൻ ഫോംസ് ദാറ്റ് ക്യാൻ ബി റീഡ് ഓർ ലുക്ക് അപ്പോൺ. നമ്മൾ കാഴ്ചയിലൂടെ നമ്മൾ ഒരു ചിത്രത്തിൻ്റെ കാഴ്ചയിലൂടെ തന്നെ അല്ലെങ്കിൽ ഒരു സൈൻ ബോർഡിൻ്റെ കാഴ്ചയിലൂടെ തന്നെ കാര്യങ്ങൾ കമ്മ്യൂണിക്കേറ്റ് ചെയ്യും. ആ എന്ന് പറയുന്ന ചിത്രവും ഇമ്മ എന്ന് പറയുന്ന രണ്ട് ചിത്രവും കൂടി നമ്മൾ അമ്മയെന്ന് വായിക്കുമ്പോൾ നമ്മുടെ മനസ്സിൽ അമ്മ എന്നൊരു കൺസെപ്റ്റ് വരും. വിഷ്വൽ കമ്മ്യൂണിക്കേഷൻ ഈസ് ദി പാർട്ട് ഓഫ് ഓൾ റിയലൈസ് on vision. Visual communication is part of all realize on vision. Part of realize picture. പിക്ചറിനെ തിരിച്ചറിഞ്ഞിട്ട് കാര്യങ്ങൾ മനസ്സിലാക്കുക. എന്താണ് വിഷ്വൽ കമ്മ്യൂണിക്കേഷൻ? പിക്ചറിലൂടെ കാര്യങ്ങൾ കമ്മ്യൂണിക്കേറ്റ് ചെയ്യും അല്ലേ? അതാണ് നമ്മൾ ഓർത്തിരിക്കേണ്ടത്. വിഷ്വൽ കമ്മ്യൂണിക്കേഷൻ ഈസ് ദി പാർട്ട് ഓഫ് ഓൾ റിയലൈസ്ഡ് ഓൺ വിഷൻ. കാഴ്ചയിലൂടെ നമ്മൾ കാര്യങ്ങളെ വിഷനിലൂടെ പിക്ചറുകളിലൂടെ കാര്യങ്ങളെ കണ്ടു മനസ്സിലാക്കി. ആൻഡ് ഈസ് പ്രൈമർലി പ്രസൻറ്റഡ് ഓർ എക്സ്പ്രസ്ഡ് വിത്ത് 2-dimensional images. Is primarily presented or expressed with the 2-dimensional images. Understand? Primary present or expressed with the 2-dimensional images. 2-dimensional. What are the 2-dimensional images? Text example. On an image or photographs or a signboard, the right text or an illustration, a picture. So it is 2-dimensional images, including signs. Symbols. Typography means അച്ചടിച്ചു വരുന്ന കാര്യം. ഡ്രോയിങ്സ്, ഗ്രാഫിക്കൽ ഡിസൈൻസ്, ഇല്ലുസ്ട്രേഷൻസ്, ഇൻഡസ്ട്രിയൽ ഡിസൈൻസ്, അഡ്വർടൈസിംഗ് ഡിസൈൻസ്, അനിമേഷൻ, കളർ ആൻഡ് ഇലക്ട്രോണിക് റിസോഴ്സ്. It also explored the ideas that visual message accompanied text has a greater power to inform, educate or persuade person or audience. Pursued. A text is pursued a person or audience. ഒരു ചിത്രം പർസ്യൂ എന്ന് പറഞ്ഞത് നമ്മളെ വശീകരിച്ച് ചിത്രമോ പത്രവും നമ്മൾ വശീകരിച്ചു.
നമ്മൾ 1000 വാക്കിന് തുല്യമാണ് ഒരു ചിത്രം എന്ന് പഠിച്ചു. 1000 വേർഡ്സ് വർത്ത് 1000 പിക്ചർ ഈസ് ദി വർത്ത് ഓഫ് 1000 വേർഡ്സ്. പിക്ചർ ഈസ് ദി വർത്ത് ഓഫ് 1000 വേർഡ്സ്. അപ്പോൾ വിഷ്വൽ കമ്മ്യൂണിക്കേറ്റ് ചെയ്യുന്നത് ഒരു ചിത്രത്തിൻ്റെ സഹായത്തോടെ കാര്യങ്ങളെ കമ്മ്യൂണിക്കേറ്റ് ചെയ്യുന്നതിനെ വിഷ്വൽ കമ്മ്യൂണിക്കേഷൻ എന്ന് പറയുന്നു. അതിന് പല കാര്യങ്ങൾ ഉപയോഗിക്കുന്നു, ഇൻക്ലൂഡിങ് സൈൻ ബോർഡ്സുകൾ. നമ്മളിങ്ങനെ ഒരു ആരോ കൊണ്ട് അങ്ങോട്ട് തിരിയണമെന്ന് നമുക്കറിയാം അല്ലേ. നമ്മൾ ബോർഡൊക്കെ ഇങ്ങോട്ട് ഒരു വളവ് തിരിയണമെന്നുണ്ടെങ്കിൽ ഇങ്ങനെ അവിടെ ഒരു വളവുണ്ട്. നമ്മൾ ചിലപ്പോൾ വണ്ടി വണ്ടി പോകുമ്പോഴൊക്കെ നമുക്ക് ഈസി ആയിട്ട് മനസ്സിലാകുന്നത് ഈ സിമ്പിൾസിൽ പെട്ടതാണ് നമ്മൾ ഈ കൈ കൊണ്ടും കണ്ണുകൊണ്ടും കാലുകൊണ്ടൊക്കെ കാണിക്കുന്നത്. അതും ഇതിനകത്ത് പെട്ടതാണ്. ടൈപ്പോഗ്രാഫി എന്ന് പറഞ്ഞാൽ ഒരു നോട്ട്സ് ബുക്ക് ഇങ്ങനെയുള്ള കാര്യങ്ങളിൽ പ്രിൻ്റ് ചെയ്ത് വരുന്ന മുദ്രകളാണ്. മുദ്രകൾ എന്ന് പറയും. അല്ലെ ഡ്രോയിങ്സ്, ഒരു ചിത്രം കണ്ടിട്ട് നമ്മൾ കാര്യം മനസ്സിലാക്കും. അല്ലെ ഗ്രാഫിക്സ് എന്ന് പറഞ്ഞാൽ ചിത്രം. ഡിസൈൻ എന്ന് പറഞ്ഞാൽ കുറേ ഗ്രാഫിക്സും ചിത്രവും എല്ലാം കൂടെ ചേർത്തിട്ട് ടെക്സ്റ്റും ഇമേജും ഒക്കെ കൂടെ വെച്ചിട്ട് ഒരു ഡിസൈൻ കണ്ടു കഴിഞ്ഞാൽ നമുക്ക് മനസ്സിലാവും. വലിയ അഡ്വർടൈസിങ് ഫ്ലക്സ് ബോർഡൊക്കെ നിങ്ങൾ കാണുന്നത്, സിനിമയുടെ വരച്ചൊക്കെ കാണുന്നില്ല, അതൊക്കെയാണ് അതിന്. ഇല്ലുസ്ട്രേഷൻ എന്ന് പറഞ്ഞാൽ എന്താ? ഇല്ലുസ്ട്രേറ്റ് ചെയ്ത് വരച്ചു വെച്ചിരിക്കുന്ന കാര്യം, ദാറ്റ് ഇസ് ഇല്ലുസ്ട്രേഷൻ. ഇൻഡസ്ട്രിയൽ ഡിസൈൻസ് ആൻഡ് അഡ്വർടൈസിങ് ഡിസൈൻസ് ആൻഡ് ആനിമേഷൻസ്, കളേഴ്സ്, different type of colors, different type of meaningful alert in your mind. Okay, also explain the ideas that visual messages accompanying the text has been greater power to inform, educated or pursued a persons or audience. Pursued a persons of audience. Pursue ചെയ്യണം, വശീകരിച്ചെടുക്കണം, ആളുകളെ ചിത്രങ്ങളിലൂടെ ആകർഷിക്കണം, ഗ്രാഫിക്സിലൂടെ മനസ്സിലാക്കി കൊടുക്കണം, ആനിമേഷനിലൂടെ കണ്ടാസ്വദിപ്പിക്കാം, ഫ്ലക്സ് ബോർഡുകളിലൂടെ നമ്മൾ കാര്യങ്ങൾ മനസ്സിലാക്കുകയാണ്. ഇതെല്ലാമാണ് വിഷ്വലിൻ്റെ ബേസിക് കമ്മ്യൂണിക്കേഷൻ. ഇനിയും ഉണ്ട് നമുക്ക്. നിങ്ങളിത് പിന്നെ ഞാൻ പറഞ്ഞു തരിക. നിങ്ങൾക്ക് അടിത്തറ ഇതിലാണ് നിങ്ങളുടെ ജീവിതം ഇരിക്കുന്നത്. അപ്പം നിങ്ങളുടെ ഈ ഡിഗ്രിയുടെ ബേസ് ഇതാണ്. അപ്പോൾ പിന്നെ ഞാൻ പഠിപ്പിച്ചുകൊണ്ടിരിക്കും കേട്ടോ. നിങ്ങൾ ബോറടിക്കരുത്. ടീച്ചേഴ്സ് സ്റ്റൈലിലേക്ക് ഞാൻ വരുന്നുണ്ട് കേട്ടോ. അപ്പോൾ ഇത്ര ഓർത്തിരിക്കുക.